പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഒറ്റപ്പാലമാണ്. അപ്പോൾ 1921 ഒന്നല്ലേ, അപ്പോൾ ഒറ്റപ്പാലം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഇതിനിപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും എന്നാണെന്ന് ചോദിച്ചാലും ഈ സെയിം തന്നെയാണ് ഇയർ. അപ്പോൾ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം അല്ലെങ്കിൽ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 അതിൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. 1921 അപ്പോൾ 21 അപ്പോൾ ഏകദേശം ആ ഒരു ഡേറ്റാണ്. 21 കഴിഞ്ഞ് 22 23 മുതൽ 26 വരെയുള്ള ഡേറ്റിലാണ് നടന്നത്. ഏപ്രിൽ 23 മുതൽ 26 വരെ. ഇനി ഇതിൻ്റെ അധ്യക്ഷനായത് ടി പ്രകാശം ആണ്. അപ്പോൾ ടി പ്രകാശത്തിനെ അറിയപ്പെടുന്നൊരു പേരാണ് ആന്ധ്ര കേസരി എന്ന്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നതാണ് ആരാണ്? ടി പ്രകാശമാണ്. ഈ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു എന്നായിരുന്നു 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ പ്രദേശങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി നിലവിൽ വന്നു. അതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കമ്മിറ്റിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം സമ്മേളനം 1921 നടന്ന ഒറ്റപ്പാലം സമ്മേളനമാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് രൂപം കൊണ്ട കോൺഗ്രസ് കമ്മിറ്റിയാണ് മലബാർ ജില്ലാ കോൺഗ്രസ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ചാണ് നടന്നത്. 1916 പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ആനി ബസന്റ് ആണ്. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ച് 1916 ആനി ബസന്റ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഇനി ഈ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, നാരായണ മേനോൻ. അപ്പോൾ നമുക്ക് ആ മേനോൻ എന്ന് വരുന്ന 3 പേരെ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ ഓർത്തിരിക്കാൻ. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, പിന്നെ എം വി നാരായണ മേനോൻ. അങ്ങനെ 3 മേനോന്മാരുണ്ടായിരുന്നു. പിന്നെ ഒരു നായർ, മേനോൻ പോലെ തന്നെയാണല്ലോ, അപ്പോൾ കെ മാധവൻ നായർ. പിന്നെ അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, അങ്ങനെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം 6 പേരാണ് ഉണ്ടായിരുന്നത്. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, നാരായണ മേനോൻ, കെ മാധവൻ നായർ, അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി. ഇത്രയും പേരായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ. ഇനി ഈ മലബാർ ജില്ലാ കോൺഗ്രസ് അതായത് അതിൻ്റെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ 5 സമ്മേളനങ്ങളായിട്ടാണ് നടന്നത്. അത് ഞാൻ പറയാം, അതിൻ്റെ അധ്യക്ഷനും നടന്ന സ്ഥലവും വർഷമൊക്കെ. അതിനു മുമ്പായിട്ട് ഈ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. 1920 മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അപ്പോൾ അത് നടന്നത് കൽക്കോണി എന്ന് പറയുന്ന മൈതാനത്ത് വെച്ചിട്ടാണ് നടന്നത്. ഈ രാഷ്ട്രീയ സമ്മേളനത്തിൽ, അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിരുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് ഈ 3 പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ചേരിയിൽ വെച്ചിട്ട് 1920 നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ നിരസിക്കാനുള്ള പ്രമേയം 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്ന് വെച്ചാൽ 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ്. അവയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയ മൊണ്ടേഗുവും പിന്നെ വൈസ്രോയി ആയ ചെംസ്ഫോർഡും ചേർന്ന് രൂപപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. ഇതിന്റെ ഫലമായിട്ട് പ്രവിശ്യകളെ രണ്ടായിട്ട് വിഭജിച്ചു, നിയമനിർമ്മാണ സഭകളൊക്കെ വികസിപ്പിച്ചു, അതിലെ ഭരണപരിഷ്കാരങ്ങളൊക്കെ. പിന്നെ ഇന്ത്യക്ക് പ്രാതിനിധ്യം കൂടുതൽ നൽകി, വോട്ടവകാശത്തിന്റെ എണ്ണം കൂട്ടി. പക്ഷെ അത് ഇന്ത്യൻ പുരുഷന്മാരുടെ ഒരു 10% മാത്രമേ, പുരുഷന്മാരുടെ എണ്ണത്തിന്റെ ഒരു 10% വോട്ടവകാശം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1919 റൗലറ്റ് ആക്ട് നിലവിൽ വന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി. അങ്ങനെ ഇന്ത്യയുടെ ഭരണപരിഷ്കാരത്തിന് ഒരു തുടക്കം കുറിച്ചതാണ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്. പക്ഷേ ഇന്ത്യൻ ദേശീയവാദികൾക്ക് അതൊരു പര്യാപ്തമായിട്ട് തോന്നിയില്ല, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട് തോന്നിയിരുന്നില്ല. നിരസിക്കാനുള്ള പ്രമേയം 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കി. മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന് കേരളത്തിലെ സൂററ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആനി ബസന്റും അനുയായികളും വിയോജിപ്പ് കാരണം ഈ സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തെ കേരളത്തിന്റെ സൂററ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നടന്ന വർഷങ്ങളും നടന്ന സ്ഥലവും അധ്യക്ഷനും ഒക്കെ ഏതാണെന്ന് നോക്കാം. മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ 1ാം സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. 1916 ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷൻ. 2ാമത്തെ സമ്മേളനം നടന്നത് തൊട്ടടുത്ത വർഷം തന്നെ 1917. അങ്ങനെ ഒരു വർഷം തൊട്ടടുത്ത വർഷങ്ങളിലായിട്ടാണ് ഈ 5 സമ്മേളനങ്ങളും നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വർഷം ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 1916, 17, 18, 19, 20 അങ്ങനെ 5 സമ്മേളനങ്ങളും അടുത്തടുത്ത വർഷങ്ങളിലായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം 16 പാലക്കാട് ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷൻ. 2ാം സമ്മേളനം 1917 കോഴിക്കോടായിരുന്നു. അപ്പോൾ 17 കോഴി അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ സ്ഥലം ഓർത്തു വയ്ക്കാനാണ് കേട്ടോ. പിന്നെ അതിന്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യരായിരുന്നു. അപ്പോൾ 1917 2ാം സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. CP രാമസ്വാമി അയ്യരായിരുന്നു അതിന്റെ അധ്യക്ഷൻ. 3ാം സമ്മേളനം നടന്നത് 1918 തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ 18 തലക്കെട്ട് ഒഴിവാക്കുക എന്നുള്ള ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് 18 തലക്കെട്ട് തലശ്ശേരി അങ്ങനെ. അപ്പോൾ തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു 18 നടന്ന 3ാം സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. ഇനി 4ാം സമ്മേളനം 1919 വടകരയിൽ വെച്ചിട്ടാണ് നടന്നത്. KP രാമനായിരുന്നു അതിന്റെ അധ്യക്ഷൻ. വടകര അപ്പൊ രാമൻ അധ്യക്ഷൻ. അപ്പോൾ 1919 വടകരയിൽ വെച്ച് 4ാം സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷൻ KP രാമനായിരുന്നു. 5ാം സമ്മേളനം നമ്മൾ പറഞ്ഞിരുന്നു 1920 മഞ്ചേരിയിൽ വെച്ചാണ് നടന്നത്. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നു. അതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. അപ്പൊ 5 സമ്മേളനങ്ങളാണ് നടന്നത്. മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ 5 സമ്മേളനങ്ങളായിട്ടാണ് നടന്നത്. 1ാം സമ്മേളനം 1916 പാലക്കാട് ആനി ബസന്റ് അധ്യക്ഷൻ. 2ാം സമ്മേളനം 1917 കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. 3ാം സമ്മേളനം 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ബഹദൂർ. 4ാം സമ്മേളനം 1919 വടകര KP രാമൻ. 5ാം സമ്മേളനം 1920 മഞ്ചേരി കസ്തൂരി രംഗ അയ്യങ്കാർ.